ഹായ് 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 ഗുഡ് മോർണിംഗ്. അക്ഷയാണ്. ഇപ്പോൾ രാവിലെ 10:30 ആയിട്ടോ. ഞാൻ ഫുഡൊക്കെ കഴിച്ചു. വണ്ടിയുടെ വർക്ക് സ്റ്റാർട്ടായിട്ടില്ല. ഓർഡർ ചെയ്ത പാർട്സ് ഇന്ന് വരുമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പം നമ്മുടെ കിലോമീറ്ററിൻ്റെ ഇഷ്യൂ ഇതുവരെ ചേഞ്ച് ആയിട്ടില്ല. അത് ചേഞ്ച് ആയാലും ഇനി ഇൻ കേസ് വണ്ടി വർക്ക് കഴിഞ്ഞാലും ഇവർക്ക് വണ്ടീനെ പുറത്തേക്ക് വിടാൻ പറ്റുമെന്നാണ് പറയണത്. അറിയില്ല. എൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ കണ്ടു എന്ന് വേണമെന്നുണ്ട് പറയാൻ. ഞാൻ പോയിട്ട് നല്ല രീതിയിൽ പറഞ്ഞു. നിങ്ങൾ ആ വർക്ക് ഓക്കെ, ആ വർക്ക് പെൻഡിങ് ആണ്. പക്ഷേ ഇവർ ബാക്കിയുള്ള വർക്കും സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ആ രീതിയിൽ സംസാരിച്ചു. എന്നാൽ പിന്നെ ആ വർക്കുകൾ ഇവർക്ക് കംപ്ലീറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. മാനേജറോട് നല്ല രീതിയിൽ സംസാരിച്ചപ്പോൾ മാനേജർ ഇപ്പം തന്നെ ചെയ്യാമെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പാർട്സ് എപ്പോൾ വരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. സമയം ഇപ്പം 5:15 കേട്ടോ. വണ്ടീൻ്റെ ഗിയർ ബോക്സ് റെഡിയാക്കിയിട്ട് കയറ്റിയിട്ടുണ്ട്. വണ്ടി ചെക്ക് ചെയ്തിട്ടൊന്നുമില്ല, ബാറ്ററി ഒന്നും ചെക്ക് ചെയ്തില്ല. ഇന്നെന്തായാലും നടക്കില്ല കേട്ടോ. എയർ ബ്ലൂവിൻ്റെ ഇതിനൊരു ലീക്ക് ഉണ്ട്. അതിൻ്റെ ഫിൽറ്റർ 2 മാറണമെന്നാണ് പറഞ്ഞേക്കണേ. അത് ഇവിടെ അവൈലബിൾ അല്ല പോലും, നാളെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് കുറച്ച് ചൂടായി. ഞാൻ ഇന്നലെ പറഞ്ഞതായിരുന്നു അവരോട് ബാക്കിയുള്ള വർക്കൊക്കെ ഒന്ന് നോക്കി, എന്നിട്ട് എന്തെങ്കിലും പാർട്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തുകൂടെ എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അന്നേരം അവർ എല്ലാം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഇവിടെ വർക്ക് തീരണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവിടെയുള്ള ആർക്കും എന്നിപ്പം കണ്ടുകൂടാത്ത അവസ്ഥയായിട്ടോ. ഞാനിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ചെയ്യും, ഇത് ചെയ്യുക, അത് ചെയ്യുന്നില്ല എന്നൊക്കെ ചെയ്തിട്ട് പുഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലേ നമുക്ക് വർക്ക് കിട്ടുള്ളൂ. ഇന്നിനി വെള്ളിയാഴ്ചയാണ്, നാളെ ശനിയാഴ്ചയാണ്. നാളെ ഉച്ചയിലടുക്ക് വർക്ക് തീരുകയാണെങ്കിൽ എനിക്ക് ചിലപ്പോൾ നാളെ ലോഡ് കിട്ടും. ഇല്ലയെന്നാണെങ്കിൽ മറ്റന്നാൾ സൺഡേ ലോഡില്ല. തിങ്കളാഴ്ച ഇനി നോക്കണ്ട കേട്ടോ. അകപ്പാട അവസ്ഥയാണ്. എല്ലാത്തൊരു പെട്ടില്ല വെട്ടേക്കണം. ഹായ് ഹായ് ഹായ്. ഇന്ന് പുതിയ ദിവസമാണ്. ഇന്നലെ നിങ്ങൾ ലാസ്റ്റ് കണ്ട വീഡിയോ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 6 മണിയായി. വണ്ടീൻ്റെ വർക്കൊക്കെ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞായിരുന്നു. അതിനുശേഷം ബില്ല് ഇപ്പം വൈകുന്നേരമാണ് കിട്ടിയത്. ബില്ല് 15,500 സംതിങ് ബില്ലായിട്ടുണ്ട്. ബില്ല് ഞാൻ കമ്പനിക്ക് അയച്ചു കൊടുത്തു. പേയ്മെൻറ്റ് ഇത് 6 മണി കഴിഞ്ഞിട്ടാണ് പേയ്മെൻ്റ് ആയത്. 6 മണി വരെ കമ്പനിയുള്ളൂ. അപ്പോൾ ഞാൻ ഡെയിലി വിളിച്ച് പറയുന്നുണ്ട് ഈ കിലോമീറ്റർ ചേഞ്ചിൻ്റെ ഇഷ്യൂ ഒന്ന് റെഡിയാക്കി. മുന്നേ ഉണ്ടായിരുന്ന ഷോറൂമിലൊന്ന് വിളിച്ച് പറഞ്ഞിട്ടൊന്ന് റെഡിയാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവർ സിമ്പിളായിട്ട് കണ്ടു അതിനെ. കുഴപ്പമില്ല, അത് റെഡിയാക്കാം, ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഡെയിലി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ആ കിലോമീറ്ററിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നെ കുറച്ച് സമയം കൂടെ മാനേജർ വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിവിടെ ആൾക്കായിരിക്കും. നാളെ സൺഡേ ആണ്. ഇന്നും നാളെയും ആൾക്കായിരിക്കും. ശരിക്കും നല്ല വൃത്തിയിൽ വെറുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ വിളിച്ചിട്ട് പറയാനുള്ള സ്ഥലത്തൊക്കെ ഞാൻ വിളിച്ചിട്ട് തെറിയും പറഞ്ഞിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിന് എനിക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ ദിവസം എനിക്ക് ഒരു 3-4 ദിവസം വീട്ടിൽ നിന്നിട്ട് വരായിരുന്നു. അതിന് പോലും സമ്മതിച്ചില്ല. ഞാൻ വീട്ടിൽ പൊക്കോട്ടെ എന്ന് വെച്ചപ്പോൾ ഫോണ് കട്ട് ചെയ്യുക ചെയ്തതാണ്. ഇന്നും വണ്ടി കിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നാളെ ഞായറാഴ്ചയാണ്, നാളെയില്ല. പിന്നെ കമ്പനിയിൽ നിന്ന് ഇവർ ഒരുപാട് ആളൊക്കെ ടാറ്റയിലൊക്കെ വിളിച്ച് പ്രഷറൈസ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നണം, അറിയില്ല. ഞാൻ നല്ല രീതിയിൽ എല്ലാവരും വിളിച്ച് തെറി പറഞ്ഞു കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ ഫ്രസ്ട്രേഷൻ വന്നു. കാരണം ഞാൻ ഇത്രയും ദിവസം, ഒരുപാട് ദിവസമായില്ലേ ചെന്നൈയിൽ വന്നിട്ട്. എൻ്റെ മിസ്റ്റേക്ക് അല്ലാണ്ട് ഞാനിങ്ങനെ ഇവിടെ നിന്നിട്ട് എനിക്ക് ഇതിന് എൻ്റെ കയ്യിൽ നിന്ന് പോകണ പൈസക്കൊന്നും അവർ ആ പേയ്മെൻ്റ് ഒന്നും അവർ തരത്തില്ല കേട്ടോ. പൈസ പോകണതല്ല, മെയിനായിട്ട് ഇവിടെ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിന് മുന്നത്തെ ട്രിപ്പ് പോയ സമയത്തും നിങ്ങൾ വീഡിയോ കണ്ടതാണ്. ഗാനാവരം എന്ന് പറയുന്ന സ്ഥലത്ത് 7ഓളം ദിവസം പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ലോഡ് എടുത്തൊന്ന് വന്നിട്ട് ചെന്നൈയിലെത്തിയിട്ട് ഇവിടെ ഇപ്പം 10ാമത്തെയോ 11ാമത്തെ ദിവസമാണ് ഞാനിപ്പോൾ ചെന്നൈയിൽ എത്തണം. അവിടെ പോർട്ടിൽ കയറിയിട്ട് ലോഡില്ല. ഇവിടെ വന്നിട്ട് വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഇവർ ചെയ്യേണ്ട വർക്കൊക്കെ ഇവർ ചെയ്ത് തീർത്തു. എന്നിട്ടും വണ്ടി വിട്ട് കിട്ടണില്ല, പോകാൻ പറ്റണില്ല എന്നുള്ളത് കൈൻഡ് ഓഫ് എന്താ പറയുക, വല്ലാണ്ട് ഇറിറ്റേറ്റിംഗ് ആണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരും വിളിച്ച് തെറി പറഞ്ഞു. എനിക്ക് വീട്ടിൽ പോവായിരുന്നു. ഞാൻ 2 ദിവസം മുന്നേ അങ്ങ് പോയാൽ മതിയായിരുന്നു. പിന്നെ എനിക്ക് പെട്ടെന്ന് റെഡി ആയിട്ട് പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ചെന്നൈയിൽ നിന്ന് കണ്ണൂർ വരെ ട്രാവൽ ചെയ്യണം, എന്നിട്ട് തിരിച്ചു വരണം. എന്തിനാണ് വെറുതെ ഒരു ബോഡി ടയേർഡ് ആക്കണമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഇവിടെ ആണെങ്കിൽ
രാത്രിക്ക് കിടക്കാൻ പറ്റില്ല. നമ്മളെ കൊതുകി ഇങ്ങനെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും. ഡ്രൈവേഴ്സ് റൂമിൽ കിടന്നു നോക്കി നടക്കണില്ല. അവിടെ വൃത്തിയായിട്ടെന്തോ സ്മെല്ലും. നല്ല സോഫ്റ്റാണ്, കുഷ്യൻ്റാണ്. പക്ഷേ കൊതുക് എന്ന് പറഞ്ഞാൽ അവിടെയും അസാധ്യ കൊതുകാണ്. എന്നിട്ട് വണ്ടിയിൽ വന്നു കഴിഞ്ഞാൽ വണ്ടിയിലൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് പൊക്കി വെച്ചിട്ട് കൊതുകിരിയും ഗുഡ് നൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കൊതുക് മുഴുവൻ അങ്ങ് പോകും. പിന്നെ ഗ്ലാസ് കയറ്റിയിട്ട് തന്നെ വെച്ച് നിന്ന് കഴിഞ്ഞാൽ കൊതുക് വരുന്നില്ല, കൊതുകടി ഉണ്ടാവില്ല. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊതുകിരിൻ്റെയും ഗുഡ് നൈറ്റിൻ്റെ ഒക്കെ സ്മെല്ല് നമുക്ക് വല്ലാണ്ട് മൂക്കിലേക്ക് അടിച്ച് കയറും. വല്ലാണ്ട് ശ്വാസം മുട്ടണ ഒരു ഫീലാണ്. അങ്ങനത്തെ ഒരു ഫീലാണ്. ഇന്നലെ ഞാൻ അങ്ങനെ കിടന്നുറങ്ങി കേട്ടോ. ഇതിൻ്റെ അകത്ത് പിന്നെ ചൂടുമാണ് കേട്ടോ. ക്യാബിൻ്റെ അകത്ത് ഒരു ചൂടായിരിക്കും എപ്പോഴും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻ. ഇതൊക്കെ തന്നെയാണ് എല്ലാവരുടെയും സിറ്റുവേഷൻ. ഒട്ടുമിക്ക ഡ്രൈവേഴ്സിൻ്റെയും സിറ്റുവേഷൻ ഇതാണ്. അറിയില്ല ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ മിറാക്കിൾ സംഭവിക്കേണ്ടി വരും. ഇവിടുന്ന് വണ്ടി കിട്ടിയിട്ട് പോവുക. ഇനിയിപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നിനി ലോഡൊന്നാവുമെന്ന് എനിക്ക് തോന്നണില്ല. നാളെ സൺഡേ ആണ്. ഇറ്റ്സ് ബെറ്റർ ടു സ്റ്റേ ഹിയർ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടുന്ന് കുളിക്കുകയൊക്കെ ചെയ്തു. ഹോട്ടലിനൊന്നും പ്രശ്നമില്ല. ഭക്ഷണം ഇവിടെ അടുത്തുണ്ട്. ടോയ്ലറ്റ് ഇതിൻ്റെ അകത്തുള്ളത് അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള ടോയ്ലറ്റാണ്. കാരണം ഇവരൊക്കെ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഇവിടെ ക്ലീനിങ് സ്റ്റാഫും ഉണ്ട്. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ടോയ്ലറ്റൊക്കെ കുഴപ്പമില്ലാത്തതാണ്. കൊതുകടി മാത്രമാണ് ഇവിടെ സഹിക്കാൻ പറ്റാത്തത്. പിന്നെ ഈ വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് സമയം ഇപ്പം രാത്രി 10 മണിയായിട്ടോ. എനിക്ക് വണ്ടി പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള പെർമിഷൻ കിട്ടി. ഞാൻ വണ്ടി എടുക്കുകയാണ്. നല്ല പ്രഷർ കിട്ടിയെന്ന് തോന്നുന്നു. ഏതെല്ലോ ഭാഗത്തു നിന്ന് എവിടുന്നല്ലോ പ്രഷർ വന്നെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് കേട്ടോ. ഷോറൂമിൽ നിന്ന് അങ്ങനെ വിട പറയുകയാണ്. ഒരുപാട് ദിവസത്തെ നല്ലതും മോശവുമായ എക്സ്പീരിയൻസ് എല്ലാം ഇവിടെ കഴിഞ്ഞു പോവാണ്. ഞാൻ ഈ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി കേട്ടോ. ഗ്ലാസ്സൊക്കെ കഴുകി. ഇനിയിപ്പം പുറത്ത് പോയിട്ട് എനിക്ക് കുടിക്കാനുള്ള വെള്ളം പിടിക്കണം. അതാണ് മെയിൻ ടാസ്ക്. അത് പിടിച്ച് കഴിഞ്ഞിട്ട് ട്രെയിലർ കയറ്റിയിട്ട് നമുക്ക് ഡീസൽ അടിക്കണം. അങ്ങനെ കുറച്ച് പണിയല്ലേ ഉള്ളൂ. ലോഡിൻ്റെ കാര്യം പറയാമെന്നാണ് പറഞ്ഞേക്കണത്. ഈ കടയിൽ നിന്ന് വെള്ളം നിറച്ചേട്ടോ. ഇത് ഒരു മലയാളീസിൻ്റെ കടയാണ്. മലപ്പുറത്തുള്ള ആൾക്കാരേട്ടാ. ഞാൻ ലേറ്റ് ആക്കണില്ല. വണ്ടി ട്രെയിലർ കെട്ടിയിട്ട് എനിക്ക് ഡീസൽ അടിക്കണം. ഡീസൽ 500 കിലോമീറ്റർ അടുപ്പിച്ച് ഓടി ഞാൻ. ഇനി റിസ്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഡീസൽ പമ്പ് ഞാൻ നോക്കിയ സമയത്ത് ഇവിടെ അടുത്തൊന്നും കാണുന്നുമില്ല. ഒരു 5-6 കിലോമീറ്റർ അത്ര കാണും. അങ്ങനെയാണെങ്കിൽ ഡീസൽ അടിച്ചിട്ട് ഡീസൽ പമ്പിൽ നമുക്ക് വണ്ടി ഇട്ടിട്ട് കിടന്നുറങ്ങാനോ കോള് വരണവരെ അങ്ങനെ ആലോചിക്കണേ. അല്ലെങ്കിൽ ട്രെയിലർ ഇടാണ്ട് പോയിട്ട് ഡീസൽ അടിച്ചിട്ട് വരണം. ഇപ്പോൾ സമയം 11 മണിയായി. ഞാനിവിടെ പാർക്കിങ്ങിലാട്ടുള്ളത്. ട്രെയിലർ കെട്ടി വണ്ടി എടുത്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കാഞ്ചീപുരത്തേക്ക് പോകാനാണ് എന്നോട് ഇപ്പോൾ പറഞ്ഞേക്കണം വിളിച്ചിട്ട്. ഇപ്പം തന്നെ പൊക്കോ, രാവിലെ ആകുമ്പോൾ അവിടെ എത്തണം. അവിടെ ഗുഡ് ഷെഡിലാണ് ലോഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം. ഇവിടെ വന്നിട്ട് ട്രെയിലറിൻ്റെ മുമ്പിലൊക്കെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വണ്ടി എടുത്തു. ഇവിടുന്ന് 100 കിലോമീറ്റർ എങ്ങാണ്ടാണ് പിന്നെ കാഞ്ചീപുരത്തേക്കുള്ളത്. എനിക്ക് ഡീസൽ അടിക്കണം. സമയം ഇപ്പോൾ 1:30 ആയി കേട്ടോ. എനിക്ക് ഉറക്കമൊന്നും വരുന്നില്ല. ഞാനതുകൊണ്ട് ഇപ്പം തന്നെ നേരെ അങ്ങോട്ടേക്ക് പോവാന്ന് വിചാരിച്ചു. കാഞ്ചീപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോണേ. ഗൂഗിൾ മാപ്പിൽ സാറ്റലൈറ്റ് വ്യൂ എടുത്തിട്ട് സൂം ചെയ്ത് നോക്കുമ്പോൾ എല്ലാം ഹൈവേസ് ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നത്. റോഡ് കുറച്ച് വൃത്തിയായിട്ട് റോഡാട്ടോ. കുണ്ടും കുഴിയും ഹൈവേ ആണെന്നേ ഉള്ളൂ. ടോളൊക്കെ കാണുന്നുണ്ട്. പക്ഷേ റോഡിൻ്റെ അവസ്ഥ മോശമാണ്. തമിഴ്നാട്ടിന് എന്ത് പറ്റിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. തമിഴ്നാട്ടിലെ റോഡെല്ലാം മുന്നൊക്കെ വളരെ നല്ല റോഡായിരുന്നു. ഇപ്പം തമിഴ്നാട്ടിലെ റോഡ് മോശമായി എടുത്തിട്ട് ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇനി എനിക്ക് 66 കിലോമീറ്റർ കൂടി പോകാനുണ്ട്. എന്തായാലും ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. പക്ഷെ എനിക്ക് എവിടെയാണ് എക്സാക്ട് ലൊക്കേഷൻ എവിടെയാണെന്ന് അറിയില്ല. കാഞ്ചീപുരം കുടിഷെഡ് എന്നാണ് പറഞ്ഞത്. ഞാൻ കാഞ്ചീപുരം അടിച്ചിട്ടാണ് പോണത്. കാഞ്ചീപുരം എത്തുന്നതിൻ്റെ ഒരു 3-4 കിലോമീറ്റർ മുന്നേ എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് ഉറങ്ങാമെന്നാണ് വിചാരിക്കണം.
സത്യം പറഞ്ഞാൽ ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാനൊന്നും ഒരു മൂഡ് കിട്ടണില്ല. കാഞ്ചീപുരത്തേക്ക് ഇനി ഒരു 10-15 കിലോമീറ്റർ അല്ല 20 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ജിയോൻ്റെ ഒരു ഫ്യൂൽ സ്റ്റേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഫ്യൂൽ ചെയ്യാം, ഇവിടെ കിടക്കാം, രാവിലെ എഴുന്നേറ്റിട്ട് പോകാമെന്നുള്ളൊരു മൈൻഡിലാണ് ഉള്ളത്. എന്തായാലും ഇപ്പം പാർക്ക് ചെയ്യാണ്, എന്നിട്ട് രാവിലെ ഫ്യൂൽ ചെയ്തിട്ട് പോകാം. ഇവിടെ പാർക്കിംഗ് ഇല്ല കേട്ടോ. ഇതിൻ്റെ പിറകിൽ അവിടെയൊക്കെ വണ്ടി വെച്ചിട്ടുണ്ടോ, അവിടെയാണ് പാർക്കിംഗ്. ഈ വഴി അങ്ങ് ഉള്ളിലേക്ക് കയറി പോകണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്യാൻ അലോഡ് അല്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. എന്നിട്ട് ഞാൻ കിടന്നുറങ്ങും. ഇനി നമുക്ക് രാവിലെ കാണാം. രാവിലെ ഓക്കെ.